നമ്മളിന്ന് മുഴുവൻ ഹിസ്റ്ററിയുടെയും ടോപ്പിക്സ് സ്പെക്ട്രം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മുഴുവൻ കവർ ചെയ്യാൻ പോവാണ്. നമ്മുടെ സിവിൽ സർവീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഇപ്പം കേരള PSC ഏകദേശം അതുപോലെ ചോദ്യങ്ങൾ കുറച്ചും കൂടി ഇൻഡെപ്തായി ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ കവർ ചെയ്യുകയാണ്. അതിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി, ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആർക്കൈവ്സ്, എവിടെ നിന്നാണ് നമ്മൾ ഹിസ്റ്ററി എഴുതുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ഈ സോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് എല്ലാ സ്രോതസ്സൊന്നും നമ്മൾ ഹിസ്റ്ററി എഴുത്ത് നടത്തുന്നത്, എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ കാര്യങ്ങൾ കമ്പൈൽ ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ പറഞ്ഞ പോർഷനിൽ പറയുന്നത്. അപ്പോൾ ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? refers to a collection of historical records and documents, usually primary source of documents, those documents that have been created as a necessary part of some activity, administrative, legal, social or commercial. അതായത് ഏതെങ്കിലും രീതിയിൽ സോഷ്യലോ ഭരണവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ളതോ വ്യാപാരികമായിട്ടുള്ളോ കമേഴ്ഷ്യലായിട്ടുള്ളോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡുകളാണെന്ത് ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർക്കൈവൽ മെറ്റീരിയൽസ്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് ആർക്കൈവ്സ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ടായിരുന്നത്, അതൊക്കെ നമ്മളെന്താണ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആർക്കൈവ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആർക്കൈവ്സും എന്താണ് ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ്. ആർക്കൈവ്സ് ഓഫ് 3 പ്രസിഡൻസീസ്. ഏതൊക്കെയാണ് പ്രസിഡൻസീസ്? ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. ഇത്രയും പ്രസിഡൻസീസിൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ് എന്താണ് ഹിസ്റ്ററി റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതായത് ആ കാലഘട്ടത്തിലെ ഹിസ്റ്ററി, സോഷ്യോ എക്കണോമിക് കൾച്ചറും ഹിസ്റ്ററിയൊക്കെ പറയുന്നതാണ് എന്ത് ആ സമയത്തെ ഇൻസ്ട്രക്ഷൻസ്. ഈ 3 പ്രസിഡൻസീസിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. പിന്നെ ജുഡീഷ്യൽ റെക്കോർഡ്സ്, ആ സമയത്ത് പുറപ്പെടുവിപ്പിച്ച നിയമങ്ങൾ, ജഡ്ജ്മെൻറ്റുകൾ ഒക്കെ എന്താണ് ഹിസ്റ്ററി റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഹിസ്റ്ററി റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന ചില റെക്കോർഡുകളാണ് ഇതൊക്കെ. പിന്നെ ഫോറിൻ റെപ്പോസിറ്ററീസ്. ഫോറിൻ റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സ്, പോർച്ചുഗലിലുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സ്, ഫ്രാൻസിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഇന്ത്യൻ്റെ കുറേ ഭാഗങ്ങൾ പല രാജ്യങ്ങളുടെയും കോളനി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പുറപ്പെടുവിച്ച ഒഫീഷ്യൽ റെക്കോർഡ്സ്, ഇൻസ്ട്രക്ഷൻസ്, റൂൾസ്, മെമ്മോയർസ്, അതൊക്കെ എന്തുമായി ബന്ധപ്പെട്ട് ആണ്? ഫോറിൻ റെപ്പോസിറ്ററീസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററി റൈറ്റിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്നെന്താ? മെമ്മോയർസ് ആൻഡ് ട്രാവൽ അക്കൗണ്ട്സ്. ആൾക്കാർ വന്നു പോയത്, അവരുടെ പുസ്തകങ്ങൾ, അതൊക്കെ എന്താണ് ഈ പറഞ്ഞ മെമ്മോയർസാണ്. ആ കാലഘട്ടത്തിലെ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 1780 ജെയിംസ് അഗസ്റ്റസ് സിക്കി പബ്ലിഷ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ ടൈറ്റിൽ ദ ബംഗാൾ ഗസറ്റ് ഓർ കൽക്കട്ട ജനറൽ അഡ്വൈസർ. കൽക്കട്ട ജനറൽ അഡ്വൈസർ ആരാണ്? ജെയിംസ് അഗസ്റ്റസ് സിക്കി, 1780. ഹിസ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണിത്. ഇപ്പോൾ PSC ഒക്കെ ചോദിക്കുന്ന ഇതാണ്. ഹിന്ദു സ്വദേശമിത്രൻ ആരാണ്? G. സുബ്രഹ്മണ്യ അയ്യറാണ് എഡിറ്റർഷിപ്പ് ഉണ്ടായിരുന്നത്. കേസരി ആൻഡ് മറാഠ അണ്ടർ ബാൽ ഗംഗാധർ തിലക്. ബംഗാളി അണ്ടർ സുരേന്ദ്രനാഥ് ബാനർജി. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. മോത്തിലാൽ ഘോഷ്, ശിശിർ കുമാർ ഘോഷ് ഏതാണ്? അമൃത ബസാർ പത്രിക. സുധാരക് ആരുടെയാണ്? ഗോപാൽ ഗണേശ് അഗാർക്കറാണ്. ഇന്ത്യൻ മിറർ അണ്ടർ NN സെൻ. ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യൻ മിറർ ചില സ്ഥലത്ത് ദേവേന്ദ്രനാഥ് ടാഗോറാണ് കൊടുത്തിരിക്കുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ അണ്ടർ ദാദാഭായ് നവറോജി. ഹിന്ദുസ്ഥാൻ ആൻഡ് അഡ്വക്കേറ്റ് അണ്ടർ JP വർമ്മ. ട്രിബ്യൂൺ ആൻഡ് അക്ബർ അയ്യാം ഇൻ പഞ്ചാബ് ഇന്ദുപ്രകാശ്, ധ്യാൻ പ്രകാശ് കാൽ ആൻഡ് ഗുജറാത്തി ഇൻ ബോംബെ ആൻഡ് സോം പ്രകാശ് ബംഗനിവാസി ആൻഡ് സാധാരണ ഇൻ ബംഗാൾ വർ അതർ നോട്ടഡ് ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ദ ടൈം. ഇത്രയാണ് ന്യൂസ് പേപ്പേഴ്സ് ഉള്ളത്. അതിൽ കുറച്ച് പേരുടെ ഓതേഴ്സും കൊടുത്തിട്ടുണ്ട്. ഹിന്ദു ആൻഡ് സ്വദേശി മിത്രൻ എവിടെയാണ്? ആരുടെയാണ്? G. സുബ്രഹ്മണ്യ അയ്യർ. കേസരി മറാഠ ബാലഗംഗാധർ തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. സുധാരക് എന്ന് പറയുന്നത് ഗോപാൽ ഗണേശ് അഗാർക്കർ. ഇന്ത്യൻ മിറർ എന്ന് പറഞ്ഞാൽ NN സെൻ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഹിന്ദുസ്ഥാൻ ആൻഡ് അഡ്വക്കേറ്റ് അണ്ടർ JP വർമ്മ. ഇത്രയും കാര്യങ്ങൾ ഓതേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നോക്കി വെക്കണം. അതുപോലെ തന്നെ റാസ്ത് ഗോഫ്താർ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? ആരുടെ പബ്ലിക്കേഷനാണ്? ദാദാഭായ് നവറോജിനാണ്. റാസ്ത് ഗോഫ്താർ. പുറത്തുള്ള ന്യൂസ് പേപ്പേഴ്സും പറയുന്നുണ്ട്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ലണ്ടനിലുള്ള പബ്ലിക്കേഷനാണ്. ശ്യാംജി കൃഷ്ണവർമ്മേൻ്റെ. വന്ദേ മാതരം പാരീസിൽ മാഡം ബികാച്ചി കാമയുടെയാണ്. തൽവാർ എന്ന് പറയുന്നത് ബെർലിൻ വീരേന്ദ്രനാഥ് ചട്ടോപാധ്യായൻ്റെയാണ് തൽവാർ എന്ന് പറയുന്നത്. ഖദർ സാൻ ഫ്രാൻസിസ്കോയിൽ ലാല ഹർദയാൽ. ഖദർ എന്ന് പറയുന്നത് പബ്ലിക്കേഷൻ്റെ പേരാണ്. സാൻ ഫ്രാൻസിസ്കോയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. ലാല ഹർദയാലാണ് അത് പബ്ലിഷ് ചെയ്ത ആൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഉള്ള ന്യൂസ് പേപ്പേഴ്സ് എന്തിനെ സഹായിച്ചു എന്നാണ് പറയുന്നത്? ഹിസ്റ്ററി റൈറ്റിങ്ങിലും ആ കാലഘട്ടത്തെ ഇവൻറ്റ്സ് വളരെ ക്രോണോളജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സഹായിച്ചു എന്നാണ് പറയുന്നത്. പൊതുവേ ഹിസ്റ്ററി റൈറ്റിംഗ് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇംഗ്ലീഷുകാരുടെ ഹിസ്റ്ററി റൈറ്റിംഗ് ആണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇവൻറ്റ്സോ അല്ലെങ്കിൽ ഇന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട്
ബ്രിട്ടീഷുകാർ എഴുതിയതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അതെപ്പോഴും ഇന്ത്യനെ തരം താഴ്ത്തിക്കൊണ്ടുള്ളതായിരുന്നു. ഓറൽ എവിഡൻസ്, പിന്നെ ആ സമയത്ത് ഈ ഹിസ്റ്ററി, പിന്നെ എന്താ പറയുക, നോൺ റിട്ടൺ സോഴ്സസും ഉണ്ടായിട്ടുണ്ട്. ഓറലി ആയിരുന്നു, സംസാരത്തിൽ, അതായത് ഓരോരാളുടെ ലിറ്ററേച്ചർ. പിന്നെ ക്രിയേറ്റീവ് ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജീൻ്റെ ആനന്ദമധ്യ എന്ന് പറഞ്ഞ്, അതായത് സന്യാസി റബല്യൻ. ഇപ്പോൾ കേട്ടിട്ടില്ലേ, നമ്മളത് സ്ഥിരം PSC ക്വസ്റ്റനാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജീൻ്റെ ആനന്ദമധ്യ 1882 നോട്ടഡ് ഫോർ ഇറ്റ്സ് പവർഫുൾ ലിറിക് വന്ദേ മാതരം ഡെപ്പിക്ഷൻ ഓഫ് ദ സന്യാസി റിവോൾട്ട്. സന്യാസി റിവോൾട്ട് ഡെപ്പിക്റ്റ് ചെയ്ത നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആനന്ദമധ്യാണ്. ഇപ്പോൾ പെയിൻറ്റിങ്ങുകൾ പറഞ്ഞിട്ട് ക്രിയേറ്റീവ് ലിറ്ററേച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആണ് പെയിൻറ്റിങ്. ഇതിൽ നോക്കിയേ, സം ഓഫ് ദ കമ്മമറേറ്റ് ബ്രിട്ടീഷ് ഹീറോസ് who saved English and repressed the rebels. Relief of Lucknow, opined by Thomas Jones Barker in 1859. ബർക്കറിൻ്റെ റിലീഫ് ഓഫ് ലക്നൗ ആണ് തോമസ് ജോൺസ് ബർക്കറിൻ്റെ റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത് ഈ സമയത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. പിന്നെ കൽക്കട്ടയിൽ നിലയിരുന്ന ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് കാലിക്കട്ട് പെയിൻറ്റിങ്. കാലിക്കട്ട്, അത് കാലിക്കറ്റിലല്ല കേട്ടോ. കാലിക്കട്ട് എന്ന പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് കൽക്കട്ടയിലാണ്. ഇൻ 19th century depicted not only mythological figures ബട്ട് ആൾസോ ഓർഡിനറി പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ ഡെയിലി ലൈഫ്. അപ്പോൾ മിത്തോളജിക്കൽ ഫിഗേഴ്സ് അല്ല, രാമനും കൃഷ്ണനോ സീതയൊന്നുമല്ല, ഡെയിലി ലൈഫിൽ പിന്നെ കൊൽക്കട്ടയിൽ ആൾക്കാർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് പെയിൻറ്റ് ചെയ്യുന്ന ഏതാണ്? കാലിക്കറ്റ് പെയിൻറ്റിങ്സ് ആണ്. കാലിക്കറ്റ് പെയിൻറ്റിങ്സ് ഇത് ആ സമയത്തെ വളരെ സർക്കാസ്റ്റിക്കായിട്ട് ആ സമയത്തെ പിന്നെ സാമൂഹികമായിട്ടുള്ള ജീർണതകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ദീസ് പെയിൻറ്റിങ്സ് മേഡ് എ കമൻറ്റ് ഓൺ ദ സോഷ്യൽ ഇവൽസ് ഓഫ് ദ ടൈം. ആ സമയത്ത് സോഷ്യൽ ഇവൽസ്, സാമൂഹിക ജീർണതകളെ ചൂണ്ടിക്കാണിക്കാനും ഈ പെയിൻറ്റിങ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാലിക്കറ്റ് പെയിൻറ്റിങ്സ് കൽക്കട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സമ്മറി ആയിട്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് സോഴ്സ് ഓഫ് മോഡേൺ ഹിസ്റ്ററി, ആർക്കൈവൽ മെറ്റീരിയൽസ് ഉണ്ട്, പബ്ലിക് ആർക്കൈവ്സ് ഉണ്ട്, പ്രൈവറ്റ് ആർക്കൈവ്സ് ഉണ്ട്, ഫോറിൻ റെപ്പോസിറ്ററീസ് ഉണ്ട്. അവിടുത്തെ, അതായത് നമ്മുടെ കോളനീകരിച്ച് ആ കൺട്രീസിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്, ബയോഗ്രഫീസ് ഉണ്ട്, മെമ്മോയർസ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഇതിൽ PSCൻ്റെ പോയിൻ്റ് ഓഫ് ടൈമിൽ ന്യൂസ് പേപ്പേഴ്സും അവരുടെ ഓതേഴ്സുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഓർത്ത് വെക്കണം. അതിൽ ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് പറയാം. ഹിന്ദു ആൻഡ് സ്വദേശി മിത്രൻ അണ്ടർ എഡിറ്റർഷിപ്പ് ഓഫ് G. സുബ്രഹ്മണ്യ അയ്യർ, കേസരി ആൻഡ് മറാത്ത അണ്ടർ ബാലഗംഗാധർ തിലക്, ബംഗാളി അണ്ടർ സുരേന്ദ്രനാഥ് ബാനർജി, അമൃത ബസാർ പത്രിക അണ്ടർ ശശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷും ശശിർ കുമാർ ഘോഷും, സുധാരക് അണ്ടർ ഗോപാലകൃഷ്ണ അഗർക്കർ, ഇന്ത്യൻ മിറർ അണ്ടർ NN സെൻ, വോയിസ് ഓഫ് ഇന്ത്യ അണ്ടർ ദാദാഭായ് നവറോജി, ഹിന്ദുസ്ഥാൻ ആൻഡ് അഡ്വക്കേറ്റ് അണ്ടർ JP വർമ്മ. അഡ്വക്കേറ്റ് ആരുടെയാണ്? JP വർമ്മയുടെയാണ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബൈ ബൈ, ടേക്ക് കെയർ.